പാതി വിലയ്ക്ക് സ്കൂട്ടർ ഉൾപ്പെടെ വാഗ്ദാനം ചെയ്ത് നടത്തിയ തട്ടിപ്പിൽ നിലമ്പൂരിൽ ഉൾപ്പെടെ നിരവധി പേർക്ക് പണം നഷ്ടമായി. പാതി വിലയ്ക്ക് വാഗ്ദാനം നൽകി മുഴുവനും തട്ടിപ്പ് നടത്തിയ കേസിൽ അനന്തകൃഷ്ണൻ അറസ്റ്റിലായതോടെയാണ് വൻകിട കമ്പനികളുടെ CRS ഫണ്ടുകൾ ഉപയോഗിച്ച് സ്കൂട്ടർ ഉൾപ്പെടെ പാതി വിലയ്ക്ക് നൽകുമെന്ന മറവിൽ 1000 കോടിയോളം രൂപയുടെ തട്ടിപ്പ് പുറത്തായത്. രാജ്യസഭാ അംഗം PV അബ്ദുൽ വഹാബ് MP ചെയർമാനായുള്ള NGO അനന്തകൃഷ്ണന്റെ അക്കൗണ്ടിലേക്ക് 40 ലക്ഷം രൂപ നൽകിയിരുന്നു. ഇവർക്കും പണം നഷ്ടമായിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് JSS ഡയറക്ടർ ഉമ്മർ കോയ നിലമ്പൂർ CIക്ക് പരാതി നൽകിയിട്ടുണ്ട്. നിലമ്പൂരിൽ ഓസ്വാൾഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ബിനോയ് പാട്ടത്തിലാണ് ഏജൻസിയായി പ്രവർത്തിച്ചു വരുന്നത്. നിലമ്പൂർ, അരീക്കോട്, വണ്ടൂർ, വഴിക്കടവ്, എടക്കര, ചുങ്കത്തറ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നും നിരവധി പേരാണ് സ്കൂട്ടർ, ലാപ്ടോപ്പ്, തയ്യൽ മെഷീൻ, സൈക്കിൾ എന്നിവയ്ക്കായി പണം നൽകിയിട്ടുള്ളത്. 25ലേറെ പേർ ഇതിനകം നിലമ്പൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. സ്കൂട്ടറിന്റെ പാതി വിലയായ 60,000 രൂപയും ഏജന്റിന്റെ കമ്മീഷനായി 3,000 രൂപയും ഏജന്റ് നടത്തുന്ന കാർഷിക കേന്ദ്രത്തിന്റെ പേരിൽ 2,000 ഉൾപ്പെടെ 65,000 രൂപ നൽകിയിട്ടുണ്ടെന്നും അത് നിലമ്പൂരിലെ ഏജന്റായി പ്രവർത്തിക്കുന്ന ബിനോയ് പാടത്തിലാണെന്നും പണം നഷ്ടപ്പെട്ട ജസീല, ഫാത്തിമത്ത് സുഹറ എന്നിവർ പറഞ്ഞു. വെള്ളിയാഴ്ച രാത്രിയാണ് ഞങ്ങൾ ഈ ന്യൂസ് ഞങ്ങളെ ഗ്രൂപ്പുമായി അറിഞ്ഞത്. ഇതേ തുടർന്ന് ശനിയാഴ്ച ഞങ്ങൾ അപ്പം തന്നെ അന്ന് രാത്രി 1 മണി 2 മണിക്കൊക്കെ ഞങ്ങൾ ബിനോയ് എന്ന ആളെ വിളിച്ചു. ബിനോയ് പറഞ്ഞ ആളെ ഞങ്ങള് ഫോൺ വിളിച്ചപ്പോ നിരന്തരം വിളിച്ചപ്പോ ഇയാള് ഫോൺ എടുക്കണില്ല. അതേ തുടർന്ന് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ വണ്ടി ഏതായാലും ഞങ്ങൾക്ക് കിട്ടൂല, ഞങ്ങൾക്ക് വണ്ടി ഇനി വേണ്ട, ഞങ്ങൾക്ക് പൈസ മതി എന്ന നിലയ്ക്ക് ഞങ്ങൾ സംസാരിച്ചപ്പോ അയാൾ പറഞ്ഞു ഞമ്മക്കല്ല, ഞാൻ ഇവിടെ നാട്ടിലില്ല, നമ്മൾ എല്ലാരോടും വന്നിട്ട് നമുക്ക് ഒറ്റക്കെട്ടായിട്ട് അനന്തകൃഷ്ണനെതിരെ പരാതി കൊടുക്കാന്ന് പറഞ്ഞു ഈ ബിനോയ് പാട്ടത്തിൽ എന്ന ആള്. അങ്ങനെ ഞങ്ങള് ഇയാൾ വരണം കാത്തു നിന്ന് ഞങ്ങളെ 2 ദിവസം ഞങ്ങളെ സ്റ്റേഷനിലേക്ക് വരാതെ നിർത്താൻ വേണ്ടി ഞങ്ങൾ തടഞ്ഞു നിർത്തി. പിന്നെ ഞങ്ങൾ തിങ്കളാഴ്ച രാവിലെ ഞങ്ങളെല്ലാവരും ഇനിയിപ്പോ നോക്കിയിട്ട് കാര്യമല്ല, എല്ലായിടത്തും ന്യൂസ് വന്നിക്കണേ, നമ്മളെ പൈസയെങ്കിൽ കിട്ടിയില്ലെങ്കിലും ഇയാൾ ഇഞ്ഞു ഇതിവിടെ തുടരരുത് എന്ന നിലയ്ക്ക് ഞങ്ങൾ തിങ്കളാഴ്ച രാവിലെ ഇവിടെ ഓഫീസിൽ വന്ന് പരാതി കൊടുത്ത് SIന്റെ കൈമല പരാതി കൊടുത്തു. അപ്പൊ അന്ന് CI സാർ മലപ്പുറത്ത് എന്തോ മീറ്റിങ്ങിന് പോയത് 4:30 വരെ ഞങ്ങൾ ഇവിടെ സ്റ്റേഷനിൽ തന്നെ നിന്ന് ഞങ്ങൾ 5 ആൾക്കാരെ ഉള്ളൂ. ഇനി സാറെ കണ്ട് സംസാരിച്ചപ്പോ സാർ തന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് വരാന്നാ. പിന്നെ ഇവിടുന്ന് ഞങ്ങളെ വിളിക്കണതൊന്നുമില്ല. ഞങ്ങൾ എന്നും രാവിലെ ആയാലും വൈകുന്നേരം ആയാലും ഇങ്ങനെ അങ്ങോട്ടേക്ക് സ്റ്റേഷനിലേക്ക് വിളിക്കാണ്. എന്തായി സാർ എന്ന് വെക്കുമ്പോൾ അറിയണത് നിങ്ങൾ ഇന്ന് വരീന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ സാർ പറഞ്ഞു നിങ്ങൾക്ക് FIR ഇടണമെങ്കിൽ ഇട്ട് തരാറിന്. അപ്പോൾ ഞങ്ങൾ ആവശ്യം എന്താ, ഇയാളൊന്ന് കണ്ടാണ്ട് എന്താ ഇവര് മുഖാന്തരം ഞങ്ങൾക്ക് എന്താ ഇയാൾ പറയണത് എന്നൊന്ന് അറിയണേന്. അയാൾ അതിന് കൂട്ടുന്നു. ഇന്നലെ രാത്രി 11 മണിക്ക് ഇയാൾ ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ച് നിങ്ങൾ സ്റ്റേഷനിലേക്ക് വന്നോളൂ, ഞാൻ വരാന്ന്. ഇപ്പൊ ഇവിടെ എത്തിയപ്പോ ഇയാൾ ഫോൺ കൊടുക്കണില്ല, ഇയാൾ വന്നിട്ടുമില്ല. ഞങ്ങള് നിലമ്പൂര് ഓസ്വേൾഡ് ഓർഫനേജ് ചാരിറ്റബിൾ ട്രസ്റ്റില് പകുതി വിലക്ക് വാഹനം ബുക്ക് ചെയ്ത ആൾക്കാരാണ്. ഇതില് ഞങ്ങളെല്ലാരും പറ്റിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങള് ഒരു മാർച്ച് 3-ാം തീയതി തൊട്ടിട്ട് ബുക്ക് ചെയ്ത ആൾക്കാരാണ് ഇത്രയും പേരുള്ളത്. ഇതില് വാഹനം ബുക്ക് ചെയ്തവരുണ്ട്, അതേപോലെ തന്നെ ഗൃഹോപകരണങ്ങൾ ബുക്ക് ചെയ്തവരുണ്ട്, ലാപ്ടോപ്പ് ബുക്ക് ചെയ്തവരുണ്ട്, എല്ലാവരും ഉണ്ട്. ഞങ്ങളോട് പകുതി സാമ്പത്തിക സഹായമാണ് പറഞ്ഞത്. അത് പ്രകാരം ഞങ്ങൾ ഒരുപാട് പേര് ബുക്ക് ചെയ്തിട്ട് ഇപ്പൊ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങൾ പൈസ കൊടുത്തിരിക്കുന്നത് ഓസ്വേൾഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഇതിലാണ് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഓരോരുത്തരും വണ്ടിക്ക് സ്കൂട്ടിക്ക് എല്ലാവരും 63,000 രൂപ വെച്ചാണ് കൊടുത്തിരിക്കുന്നത്. ലാപ്ടോപ്പിന് അതേമാതിരി അവര് പറഞ്ഞ പൈസ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇതുവരെയായിട്ട് ഞങ്ങൾക്ക് യാതൊരു നടപടി ഉണ്ടായിട്ടില്ല. അപ്പൊ ഞങ്ങളൊരു പറ്റിക്കപ്പെട്ട പോലെ അയക്കുകയാണ്. അപ്പൊ ഞങ്ങള് അത് CIക്ക് ഒരു പരാതി കൊടുക്കാൻ വേണ്ടി വന്നാ. ഞങ്ങള് ഈ വാഹനം ബുക്ക് ചെയ്യാൻ വേണ്ടി ചെന്നപ്പോ അവര് ഞങ്ങളെ പരിപൂർണമായിട്ട് ഞങ്ങൾക്ക് സുനിൽ പുളിക്കൽ സാറ് വരെ ഈ അംഗത്തിലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങളെല്ലാരും പറ്റിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനൊരു പരാതി കൊടുത്തിട്ട് ഞങ്ങൾക്ക് ഇതിനൊരു തീരുമാനം ഉണ്ടാവണമെന്ന് കരുതിയിട്ട് വന്നതാണ്. പരാതി ഇപ്പൊ ഞങ്ങൾ എല്ലാരും കൊടുത്തു. 10-22 പേര് ഇപ്പൊ തന്നെ കൊടുത്തോണ്ടിരിക്കുകയാണ്. അത്രയും പേരായിട്ടുണ്ട്. പരാതികളിൽ പോലീസ് തുടർ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നിലമ്പൂരിൽ 100 കണക്കിന് ആളുകളാണ് തട്ടിപ്പിന് ഇരയായത്. 2024 മാർച്ച് മുതൽ പണം നൽകിയവർക്കാണ് ഇനിയും സ്കൂട്ടർ ഉൾപ്പെടെ ലഭിക്കാത്തത്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. ആലീസൺ ഗോൾഡ് സൂക്കിൽ ഓഫറുകളുടെ പെരുമഴക്കാലം. AKGSMA ഒരുക്കുന്ന സ്വർണോത്സവം. ആലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യൂ, നേടൂ 2.25 കിലോ സ്വർണ്ണ സമ്മാനം.